കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നിയമപോരാട്ടത്തിന് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു. കെ അജിത, ഭാഗ്യലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് അവൾക്കൊപ്പം എന്ന ട്രസ്റ്റ് രൂപീകരിച്ചത്. ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിനായി ഫണ്ട് സ്വരൂപിക്കുമെന്നും കോടതിയിലിരിക്കെ മെമ്മറി കാർഡ് തുറന്നതിൽ അന്വേഷണം വേണമെന്നും കെ അജിത പറഞ്ഞു. ഇതിനായി പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കുമെന്നും അജിത വ്യക്തമാക്കി. ഈ അതിജീവിതയോടൊപ്പം നിൽക്കുകയും അവളുടെ പോരാട്ടത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിന് മുൻകൈയെടുത്തത്. അഡ്വക്കേറ്റ് ബൃന്ദ ഗ്രോവർ, സുപ്രീം കോടതിയിലെ പ്രശസ്ത അഭിഭാഷകയായ ബൃന്ദ ഗ്രോവർ ആണ് ഇനി ഹൈക്കോടതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക. അതോടൊപ്പം അഡ്വക്കേറ്റ് ഭദ്രകുമാരിയും അഡ്വക്കേറ്റ് ജെ സന്ധ്യയും അവരാണ് അസിസ്റ്റ് ചെയ്യുക. അഡ്വക്കേറ്റ് ബൃന്ദ ഗ്രോവർ മെമ്മറി കാർഡിൻ്റെ ഇഷ്യൂവിൽ വളരെ വലിയ കളികളൊക്കെ നടന്നിട്ടുണ്ട്. വളരെ മോശപ്പെട്ട കളികൾ നടന്നിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ കോടതികളിൽ കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിനെതിരായിട്ട് ഒരു കേസ്, ഒരു റിട്ട് ഫയൽ ചെയ്യുന്നുണ്ട് നമ്മുടെ അതിജീവിത. VS രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, സാംസ്കാരിക പ്രവർത്തകർ ഇനി നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്ത് തന്നെ പ്രമുഖ അഭിഭാഷകർ എന്നിവരൊക്കെ അണിനിരക്കുന്ന സംരംഭമാണ്. മധു, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ തുടങ്ങി ഇനി കൂടുതൽ കേസുകളിൽ അതിജീവിതമാർക്കൊപ്പം അവരുടെ നിയമ പോരാട്ടത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ട്രസ്റ്റിന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. നിലവിൽ തുടക്കത്തിൽ ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലായിരിക്കും അവരുടെ പ്രവർത്തനം തുടങ്ങുക. പ്രോസിക്യൂഷനൊപ്പം ചേർന്ന് നിയമ പോരാട്ടം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് പ്രവർത്തനത്തിന് ഫണ്ട് രൂപീകരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നടിയെ ആക്രമിച്ച കേസിൽ രണ്ട് കാര്യങ്ങളിൽ തീർപ്പാവാനുണ്ട് എന്ന് ട്രസ്റ്റ് പറയുന്നു. ഒന്ന്, ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്. അത് കേവലം ആ മെമ്മറി കാർഡ് തുറന്നതുകൊണ്ട് മാത്രമല്ല, അതിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ട്, കോപ്പിയിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നടപടി ഉണ്ടാവണം. രണ്ട്, ഈ കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോവുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യത്തിലും ട്രസ്റ്റ് തുടക്കത്തിൽ ഇടപെടും. ഈ കേസിൽ മാത്രമായിരിക്കില്ല, സംസ്ഥാനത്തുണ്ടാവുന്ന മറ്റ് ഈ പീഡന കേസുകളിലും അതിജീവിതമാർക്കൊപ്പം ചേർന്ന് നിയമപോരാട്ടം നടത്താനുള്ള സഹായം ഈ ട്രസ്റ്റ് നൽകും. അതിന്റെ പ്രത്യേക മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും കേസുകളിൽ ഇടപെടുക. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടർ നിയമ പോരാട്ടങ്ങൾക്കടക്കം കൂടുതൽ ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുകയാണ്.